അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൽമുൽ ബാത്തിൻ അഥവാ ആന്തരിക ജ്ഞാനം തരീഖത്തിലൂടെയാണ് ലഭ്യമാകുന്നത് എന്ന് നാം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തരീഖത്തിൻ്റെ ഇൽമിനെ സംബന്ധിച്ച് ആലങ്കാരികമായി ഇൽമുൽ ബാത്തിൻ എന്ന് പറയപ്പെടാറുണ്ട്. എന്താണ് ഈ ഇൽമുൽ ബാത്തിൻ എന്ന് പറഞ്ഞാൽ? അള്ളാഹു തൻ്റെ ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് യാതൊരുവിധ മാധ്യമങ്ങളും കൂടാതെ, അഥവാ മനുഷ്യൻ്റെയോ മലക്കുകളുടെയോ ഇടപെടൽ കൂടാതെ നേരിട്ട് അറിയിച്ചു കൊടുക്കുന്ന വിജ്ഞാനമാണ് ഇൽമുൽ ബാത്തിൻ. ഈ ഇൽമുൽ ബാത്തിനിലേക്കാണ് സൂറത്തുൽ കഹ്ഫിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ഇടയിൽ നടന്ന സംഭവ വികാസങ്ങൾ, അതിലേക്കൊന്നും ഞാൻ കടന്നു ചെല്ലുന്നില്ല. അതുപോലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സാരിയ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞതും യാ സാരിയ അൽ ജബൽ അൽ ജബൽ, ഇതൊക്കെയും ഇൽമുൽ ബാത്തിനിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും അത്ഭുതം നിറഞ്ഞ സംഭവങ്ങൾ, ഇതൊക്കെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇൽമുൽ ബാത്തിനിന് ഉദാഹരണമായി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാൾ തരീഖത്തിലേക്ക് കടന്നാൽ തന്നെ അദ്ദേഹത്തിന് ഇൽമുൽ ബാത്തിൻ ലഭിക്കുമോ? ഒരിക്കലും ഇല്ല. തരീഖത്തിലേക്കൊരു മനുഷ്യൻ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈമാനിനും ഇസ്ലാമിനും പുരോഗതി ഉണ്ടാകും. അങ്ങനെ അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നതിനനുസരിച്ച് ഇൽമുൽ ബാത്തിനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഈമാനിന് കുറേ പോയിന്റുകളുണ്ട്. ഹഖുൽ യഖീൻ, ഐനുൽ യഖീൻ, ഇൽമുൽ യഖീൻ. ഒരു കാര്യത്തിൻ്റെ യഥാവിധി നേരിൽ കണ്ട് ബോധ്യപ്പെടുന്ന പോയിന്റാണ് ഐനുൽ യഖീൻ എന്ന് പറഞ്ഞാൽ. അതായത് ഈ ഐനുൽ യഖീനിലേക്ക് ഈമാൻ എത്തുമ്പോൾ ഖൽബിനുള്ളിൽ ഒരു പ്രത്യേകമായ വാതിൽ തുറക്കപ്പെടുന്നു, മറകൾ നീങ്ങുന്നു, റബ്ബിൻ്റെയും അദ്ദേഹത്തിൻ്റെയും ഇടയിൽ യാതൊരു മറയും ഇല്ലാതായി മാറുന്നു. അങ്ങനെ ഇലാഹിയായ രഹസ്യങ്ങൾ അനുസ്യൂതമായി ആ മനുഷ്യൻ്റെ ഖൽബിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിലേക്കാണ് മഹാനാരായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചത് വയൻഫതിഹു ദാലികൽ ബാബു ബിൽ മുജാഹദതി വൽ വറഅ. ആ വാതിൽ മുജാഹദ കൊണ്ടും അവൻ്റെ ശരീര ഇച്ഛയോട് സമരസപ്പെടൽ കൊണ്ടും സൂക്ഷ്മതയിലുള്ള ഒരു ജീവിതം കൊണ്ടും തനിയെ തുറക്കുന്നു എന്ന് മഹാനരായ ഇമാം ഗസാലി തങ്ങൾ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ത്വരീഖത്ത് അത് മുഖ്യമായ വിഷയമാണ്. ത്വരീഖത്ത് ഇല്ലാതെ നമുക്കൊരു ദീനില്ല, ത്വരീഖത്തില്ലാതെ നമുക്കൊരു ശരീഅത്തില്ല, ത്വരീഖത്തില്ലാതെ ആഖിറ മോക്ഷവും ഇല്ല. അതുകൊണ്ട് ത്വരീഖത്ത്, ഹഖായ ത്വരീഖത്ത് നാം കണ്ടെത്തുകയും അതിൽ നാം ഭാഗവാക്കാകുകയും വേണം. പടച്ച റബ്ബ് നമ്മളെയൊക്കെ പരിശുദ്ധമായ ത്വരീഖത്തിൽ അടിയുറപ്പിച്ച് നിർത്തട്ടെ. മഅസ്സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.